ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പാടിയിലെ വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് ഇറങ്ങിയതാണ് കൂടമ്മാളും ഭർത്താവ് പൽരാജും. ബസ് വരാൻ മിനിറ്റുകൾ മാത്രമായിരുന്നു ബാക്കി. തൊട്ടടുത്ത് കാണുന്ന ബസ് സ്റ്റോപ്പിലെത്തും മുൻപ് കേട്ടത് വലിയ ശബ്ദം, കണ്ടത് മിന്നൽ വേഗത്തിൽ കുത്തിയൊലിച്ചു വരുന്ന മണ്ണും വെള്ളവും. പ്രാണനും കൈപ്പിടിച്ചോടി. ശരവേഗത്തിലെത്തിയ ചെളിയും വെള്ളവും കൊണ്ട് മീനാക്ഷിപ്പാലം മുങ്ങി. ബസ് സ്റ്റോപ്പിന് സമീപത്തുണ്ടായിരുന്നവരും തൊഴിലാളികളും അതിനിടയിൽപ്പെട്ടു. കള്ളാടിയിൽ കണ്ണീർ പടർന്നു. 2 ആണ്ട് മുമ്പ് ഉരുളെടുത്തതിന്റെ വേദന വയനാട് ഇപ്പോഴും മറന്നിട്ടില്ല. ആ ദുരിതക്കയത്തിൽ നിന്നും കരകയറിയവർ തുലോം തുച്ഛമാണ്. വയനാടിന്റെ സ്വപ്നമാണ് വേഗത്തിലെത്തുന്ന പാത. പക്ഷെ അതിനിയും അവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുത്. മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വികസന മാർഗമേ ലോകം ഇത്രത്തോളം വളർന്നിട്ടും നമുക്കുള്ളൂ എന്നത് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യവുമാണ്. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂന അപകടമുണ്ടാക്കുമെന്നും മാറ്റണമെന്നും കഴിഞ്ഞ മാസം തന്നെ ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയതാണ്. രേഖാമൂലം അറിയിച്ചതാണ്. അപകട മുന്നറിയിപ്പ് പൊതുമരാമത്ത് വകുപ്പ് കഴിഞ്ഞ മാസം 25-ന് തന്നെ നൽകിയതാണ്. എന്നിട്ടും ആ മണ്ണുമല അവിടെ തന്നെ തുടർന്നു. അപകടം വരുത്തിവെച്ചു. ഇനിയും വയനാടിനെ വേദനിപ്പിക്കരുത്. ദുരന്തപാതയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസിലെ വയനാട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷംസാദ് മരക്കാറുണ്ട്. KM ഫ്രാൻസിസ് CPMന്റെ DYFI വയനാട് ജില്ലാ സെക്രട്ടറിയാണ്. ഡോക്ടർ KG താര സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് സെന്ററിന്റെ മുൻ മേധാവിയാണ്. ഡോക്ടർ A രാജഗോപാൽ കമ്മത്ത് ശാസ്ത്രലേഖനാണ്. അപകടം നേരിൽ കണ്ട പ്രദേശവാസി TK ഹംസയുണ്ട്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പൽരാജും ഭാര്യ കൂടമ്മാളും അല്പസമയത്തിനകം നമ്മോടൊപ്പം ഉണ്ടാകും. ആദ്യം അപകടം നേരിട്ട് കണ്ട പ്രദേശവാസിയിലേക്കൊന്ന് പോകുന്നു. TK ഹംസ, അങ്ങേക്ക് കേൾക്കാമോ? എന്താണ് ഇന്ന് കണ്ടത്, ഒന്ന് പറയാമോ? മോന് അവൻ്റെ കൂട്ടുകാരെ കയറ്റാൻ പേരക്കുട്ടി അവിടെ റോട്ടിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ റോട്ടിൽ നിന്ന് അവനെ കയറ്റാൻ വേണ്ടി ഞാൻ വരുമ്പോഴാണ്, ഒരു 5 മീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ മണ്ണ് ഒലിച്ച് ഇറങ്ങുന്നത്. മണ്ണ് ഒലിച്ചിറങ്ങി. അപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. പിന്നെ വല്ല ബസ്സിലുള്ള ആളെ കൊണ്ട് ഇറക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇതായി കുറേ ആൾക്കാർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അതിലും പോയിട്ടുണ്ട്. കുറേ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. പിന്നെ അർണമലയിൽ നിന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അന്ന് അർണമല നായക്കന്മാർ, അവർ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ആൾക്കാരൊക്കെ കൂടിയെത്തി എല്ലാം ഇതായി. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും അറിഞ്ഞ് എല്ലാവരും വന്നതൊക്കെ തന്നെ. ഇത് സംഭവം നടക്കുമ്പോൾ നമ്മളവിടെ ഉണ്ട്. നമ്മളെ വീട് അതിൻ്റെ തൊട്ടടുത്താണ്. നമ്മളെ വീട് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള വീടുകൾ. അതിൻ്റെ തൊട്ടടുത്ത് ഹോട്ടലുണ്ട്. ഈ വീട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഈ നിർമ്മാണം ഈ മഴയുടെ സമയത്തും ഈ തുരങ്ക നിർമ്മാണം നിർത്തിവെച്ചിരുന്നോ? ഇന്നലെ നിർത്തിവെച്ചു എന്ന് കേൾക്കുന്നു. പക്ഷേ കുറച്ച് ദിവസമായി അവിടെ മഴയാണല്ലോ. ഇന്ന് രാവിലെ നല്ല മഴ തന്നെ ഉണ്ട്. നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട്. ഇന്ന് പണിക്കാർ കുറേ അവിടുന്ന് പോയിക്കണേ. പണിക്കാർ കുറേ പോയി പറഞ്ഞാൽ അല്ലെങ്കിൽ ദുരന്തം ഇതൊന്നല്ല കുറേ ഉണ്ടായിരുന്നു. കൂടുതൽ മണ്ണിൻ്റെ പണിക്കാരൊക്കെ പോയതാണ്. വണ്ടി ഡ്രൈവർമാരൊക്കെ പോയതാണ്. ഇപ്പോൾ കുറച്ചാളെ ഉണ്ടായിട്ടുള്ളൂ അവിടെ. ഈ ടെന്റുകൾ ഒരു 10-30 ആളുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഈ ടെന്റുകൾ അതിന് ആ ഭാഗത്ത് തന്നെ കെട്ടിയിട്ടിട്ടുണ്ട് അല്ലേ? ഈ തുരങ്കപാതയുടെ ഈ അടുത്ത് തന്നെ ടെന്റുകളുണ്ട് അല്ലേ? അല്ല, അവിടെ കുറച്ച് ടെന്റുകൾ അല്ല, തുരങ്കപാതത്തിന്റെ കുറച്ച് വിട്ടാണ് ടെന്റുകളല്ലേ. ആ ടെന്റുകളിലേക്കൊക്കെ ആ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതാണ് ചോദിച്ചത്. അവിടെ 15 മുന്നോട്ട് പോകണം. അതൊക്കെ വിളിച്ചിട്ടുണ്ട്. ടെന്റുകളല്ല, അവർ ഓഫീസും കാര്യങ്ങളാണ് അത് വെച്ച്. അതെല്ലാം പോയി അവിടുന്ന് പോയി. ടെന്റുകളുടെ അങ്ങോട്ട് സംഭവിച്ചിട്ടില്ല. ടെന്റ് വെച്ചാൽ എസ്റ്റേറ്റിന്റെ ഏരിയൻ്റെ അവിടെയാണ് ടെന്റുകളല്ലേ. മീനാക്ഷി എസ്റ്റേറ്റിന്റെ തൊട്ടാണ് ടെന്റുകളല്ലേ. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം. അതിൻ്റെ ഇടയ്ക്ക് സെക്യൂരിറ്റിമാരൊക്കെ നിൽക്കാനാണ് ടെന്റ് ഇവിടെ വേറെ വെച്ചത്, റോഡ് സെല്ല് വെച്ചിട്ടുള്ളത്. ഒരു ഓഫീസ് വർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ റോഡ് സെല്ല് വെച്ചിട്ടുണ്ട്. അതെല്ലാം പോയിട്ടുണ്ട്. ഈ മലയിടിഞ്ഞു വന്ന് ഈ പറഞ്ഞ അവിടെ മണ്ണ് കൂട്ടിയിട്ടുണ്ടല്ലോ, അതോ മലയോളം തന്നെ വലിപ്പത്തിൽ മണ്ണ് കൂട്ടിയിട്ടുണ്ട്, അതിലേക്ക് വന്ന് ഒലിച്ചതാണോ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാക്കാൻ കാരണം? എന്താണ് തോന്നുന്നത്? അല്ല, മലൻ്റെ മേലേക്ക് മണ്ണ് പേർക്ക് കയറ്റാൻ പറ്റില്ല. അത് ഫുൾ പാറയിൽ. അതിൻ്റെ മേലേക്ക് അങ്ങനെ മണ്ണ് പേർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിൻ്റെ അപ്പുറത്തൊക്കെ റോഡുള്ള ഇൻ്റർലോക്ക് റോഡൊക്കെ ഉള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മളെ കോളനിക്കൊക്കെ പോണ റോഡുള്ള ഒരു മൂപ്പന്മാരെ അവിടേക്ക് പിന്നെ
ഒക്കെ പോണ റോഡുകളുള്ള. അപ്പം അതിൻ്റെ താഴത്താണ് ഈ പാറ ഉള്ളത്. പാറിൻ്റെ കുറച്ച് അടുത്താണ് ഇത് സംഭവിക്കുന്നത്. അങ്ങോട്ട് എത്തിയില്ല, പാറമൊക്കെ എത്തിയിട്ടില്ല. പാറമൊക്കെ എത്തിയതിൻ്റെ ഇടക്ക് കുറച്ച് മണ്ണുണ്ട്, അതൊക്കെ പാടെ ഒലിച്ചിറങ്ങുന്നത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളെ വീടിന് ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട്, കുലുങ്ങല്ലൊരു പൊട്ടൊക്കെ വന്നിട്ടുണ്ട്. പാലത്തിൻ്റെ തൊട്ടടുത്ത് തുടക്കത്തിൻ്റെ തൊട്ടത്താണ് നമ്മളെ വീട് നിൽക്കുന്നത്. അവിടെയുള്ള എല്ലാ മേലായതായിട്ട് നമുക്കൊന്നും സംഭവിച്ചില്ല. വീട്ടുകാരെ മാറ്റിയിട്ടില്ല. താഴ്ന്ന ഒരു വീടുണ്ടായിരുന്നു, വീട് പോയി. ആളുകളൊന്നും മാറിയിട്ടില്ല ഇതുവരെ. നമ്മൾ റോഡിൻ്റെ തുറക്കത്തിൻ്റെ മുകളിലാണ് നമ്മളുള്ളത്. അതായത് അവിടുന്ന് കുറച്ച് തുറക്കത്തിൽ നമ്മൾ ഒരു 10 അടി അടുത്താണ് എൻ്റെ വീട്. കുന്നുംപുറത്താണ് എൻ്റെ വീടുള്ളത്. അത് നമുക്ക് സംഭവിച്ചില്ല. വഴിയൊക്കെ മണ്ണ് ഒന്ന് അടഞ്ഞ്, നമ്മളൊരു കട ഉണ്ടായിരുന്നു, അതൊക്കെ മണ്ണ് ഇവിടെ നിന്ന് അടഞ്ഞ് ഒക്കെ അവിടെ മണ്ണ് വാരുന്നുണ്ട്, ഇപ്പം തന്നെ വാരുന്നുണ്ട്. ശരി. പിന്നെ തൊട്ടൊരു പള്ളി ഉണ്ടായിരുന്നു താഴത്ത്, അതൊക്കെ പോയി. ആ പള്ളിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു. അവർ ഉമ്മർക്ക് പോയത് കൊണ്ട് അവർക്കും സംഭവിച്ചില്ല. അവരുടെ മോളും മരുമകനോടെ ഉണ്ടായിരുന്നു. അവർ അപ്പം ഇങ്ങനെ അതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ വീട് പോയി അല്ലേ? ആ വീടിൻ്റെ ഒരു വാൻ പോയിട്ടുണ്ട്. അല്ല, വീടിന് ഒന്ന് പറ്റൂലേ, അതിലൊക്കെ മണ്ണടിച്ച് കയറി ആ വീട്ടിലേക്ക്. ശരി. ശ്രീ ഷംസാദ് മരക്കാർ, ഇത് മനുഷ്യനിർമ്മിത ദുരന്തം എന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പ്രതികരിച്ചത്. ഈ മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് പറയുന്നത് ഈ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ മണ്ണ് കൂട്ടിയിട്ടു, ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു, ആ മണ്ണ് നീക്കം ചെയ്യാത്തതുകൊണ്ടുണ്ടായ ദുരന്തമെന്നാണ്. പക്ഷെ അത് മാത്രമാണോ കാരണം? മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി വയനാട് ജില്ലാ കലക്ടർ കഴിഞ്ഞ മാസം 20-ാം തീയതി തന്നെ ഉത്തരവ് ഈ കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷം നടന്ന PWD മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിങ്ങിൽ കൃത്യമായി 2 നിർദ്ദേശങ്ങളാണ്. ഒന്ന്, മണ്ണ് നീക്കം ചെയ്യുന്നതും മഴക്കാലത്ത് തൊഴിലാളികളെ വെച്ച് തൊഴിലെടുപ്പിക്കരുത് എന്നുള്ളതാണ്. ഒരു പക്ഷേ നേരത്തെ അംസക്ക പറഞ്ഞതുപോലെ അവിടെ 30-40 തൊഴിലാളികൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി മഴയായതുകൊണ്ട്. അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്തായി. അങ്ങനെ ആ നിർദ്ദേശവും നൽകി. കമ്പനിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു വിലോപം ഉണ്ടായിട്ടുണ്ട്. അവരത് കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു ദുരന്തം ഈ രീതിയിൽ ഉണ്ടാകുമായിരുന്നില്ല. അത് മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് പറയുന്നതിനോടൊപ്പം തന്നെ ആ മണ്ണ് ഇട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് അവിടെ നിന്ന് സ്വാഭാവികമായുള്ള നീർച്ചാലുകളൊക്കെ താഴെ പുഴയിലേക്ക് വരുന്നതാണ്. അതെല്ലാം അടയുന്ന രീതിയിലാണ് ആ മണ്ണ് അവിടെ ഡംപ് ചെയ്തത്. അത് ചെറിയ അളവിലുമല്ല. ഇതുവരെ നടന്ന തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ മണ്ണുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാത്തത് തന്നെയാണ് ഇതിന്റെ യഥാർത്ഥമായ കാരണമെന്ന് പറയുന്നത്. ഹംസ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ആ മണ്ണ് എങ്ങോട്ടേക്ക് നീക്കം ചെയ്യും എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഈ ഉയർത്തിയിട്ടിരിക്കുന്ന ആ മണ്ണ് മുഴുവൻ അവിടെ നിന്ന് കൊണ്ടുപോകുക എങ്ങോട്ടാണെന്ന് ചോദ്യം ഹംസ ചോദിക്കുന്നത്. സമീപ പ്രദേശത്തൊന്നും അത് മണ്ണ് കൊണ്ടിടാനുള്ള ഇടമില്ല എന്ന്. ശ്രുതി, അതിനകത്ത് ഈ കമ്പനിയും എഗ്രിമെന്റിന്റെ സമയത്ത് ഈ കമ്പനിയുമായുള്ള സർക്കാരിൻ്റെ ധാരണയുടെ സമയത്ത് തന്നെ ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുണ്ട്. കമ്പനി ഈ മണ്ണുകളും മറ്റ് വസ്തുക്കളും ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്ഥലം അന്വേഷിക്കുന്നുണ്ട്. അത് പ്രൈവറ്റ് ലാൻഡ് ആവാം ഓർ ഗവൺമെൻറ് ലാൻഡ് ആവാം. അതിൻ്റെ റെൻ്റ് അവർ കൊടുത്തുകൊണ്ട് ഈ സ്ഥലം കണ്ടെത്തുന്നതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ കമ്പനിക്കാണ്. ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണത്. അതായത് നമ്മൾ നിർമ്മാണ പ്രവർത്തനത്തിന് മുമ്പ് ഈ സ്ഥലം എടുത്തിരുന്നെങ്കിൽ നിർമ്മാണ പ്രവർത്തനത്തിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് ഈ മണ്ണാണെങ്കിലും മറ്റ് വേസ്റ്റുകളാണെങ്കിലും അവിടുന്ന് നീക്കം ചെയ്യാൻ കഴിയും. ആ ഒരു പദ്ധതിയിൽ ഭാഗമായി ഉണ്ടായ ആ എഗ്രിമെൻ്റ് ക്ലോസോ അല്ലെങ്കിൽ ആ കാര്യമോ ചെയ്യാതെയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ഇവർ കണ്ടെത്തിയൊരു സൊല്യൂഷനാണ് ഈ തുരങ്കപാതയുടെ പ്രവൃത്തി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ സ്ഥലത്ത് ഇത് മുഴുവൻ കൂട്ടിയിടുക എന്നുള്ളത്. ഈ സ്ഥലം കണ്ടെത്തുന്നത് കമ്പനിയാണ്. അന്ന് ഈ പ്രവൃത്തി ആരംഭിക്കുമെന്ന് കണ്ടെത്തിയിട്ടില്ല. പിന്നീട് നടന്ന ഒരു മീറ്റിങ്ങിനകത്തും ഇത് കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ സ്ഥലം കണ്ടെത്താത്തത്. ഇപ്പോൾ കഴിഞ്ഞ 25-ാം തീയതി PWD മിനിസ്റ്റർ ആ മീറ്റിങ്ങിലാണ് ഇവർ പറയുന്നത് ഞങ്ങളിങ്ങനെ സ്ഥലം അന്വേഷിക്കുകയാണ്. ആ 25 എന്ന് പറയുന്നത് 10 ദിവസം മുമ്പാണ്. അതിനെത്രയോ മുമ്പ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ഥലം അവർ കണ്ടെത്തിയിട്ടില്ല എന്ന് ഗവൺമെന്റിന് അറിയാവുന്ന കാര്യമാണ്. അത് കണ്ടെത്തണമെന്നോ നീക്കം ചെയ്യണമെന്നോ നിർദ്ദേശം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ വയനാട്ടിൽ സ്വാഭാവികമായി ഭൂമിയുടെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കളക്റ്റീവായി ഇടപെട്ടിരുന്നെങ്കിൽ ഏതെങ്കിലും കോറികൾ
അതായത് നമ്മളുടെ ഉപയോഗശൂന്യമായ കോറികളിലെങ്കിലും ഈ മണ്ണുകൾ നീക്കം ചെയ്യാനുള്ള ഒരു ക്രമീകരണം ചിലപ്പോൾ നമുക്ക് വരുത്താൻ ശരി. ചിലപ്പോൾ അപ്പൊ അതൊക്കെ ഒന്നും ചെയ്യാതെയാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളതെന്നുള്ളതാണ്. ഡോക്ടർ കെ ജി താരയിലേക്ക് പോകുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് സെന്ററിന്റെ മുൻ മേധാവി കൂടിയാണ്. ഡോക്ടർ കെ ജി താര, ഇത് മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് സർക്കാർ പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ടല്ലോ. ഈ കരാറുകൾ മണ്ണ് കൂട്ടിയിട്ടത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന മനുഷ്യനിർമ്മിത ദുരന്തമാണോ, അതോ ഈ പ്രോജക്റ്റ് തന്നെ ഒരു ദുരന്തമായി മാറുമെന്നുള്ള മുന്നറിയിപ്പ് പരിസ്ഥിതി പ്രവർത്തകർ മുന്നേ നൽകിയിട്ടുള്ളതാണ്? പക്ഷേ എല്ലാ വികസന പദ്ധതികൾക്കും തുരങ്കം വയ്ക്കുന്ന പരിസ്ഥിതിവാദികൾ എന്ന വാദം കൊണ്ട് അതിനെ മറികടക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ പ്രോജക്റ്റിൻ്റെ DPR ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ തന്നെ ഇതിൻ്റെ അപാകതകൾ വളരെ കൃത്യമായിട്ട് എന്താണ് അപാകത എന്നുള്ളത് വെളിച്ചത്ത് വന്നു കഴിഞ്ഞ കാര്യമാണ്. ഈ എക്സ്പേർട്ട് കമ്മിറ്റി തന്നെ, ഈ പരിസ്ഥിതി വിശകലനം ചെയ്യാനുള്ള എക്സ്പേർട്ട് കമ്മിറ്റി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് DPR സമർപ്പിക്കുന്ന സമയത്ത് 60ഓളം ഭേദഗതികൾ, വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് 60ഓളം ഭേദഗതികൾ നിർദ്ദേശിച്ച ഒരു പദ്ധതിയാണ്. ഇത്രയധികം ഭേദഗതികൾ നിർദ്ദേശിച്ച മറ്റൊരു പദ്ധതി ഉണ്ടോ എന്ന് എൻ്റെ അറിവിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ എത്രയും ദുർബലമായ ഒരു ഭൂപ്രദേശത്ത് ഈ ആ ദുർബലതയ്ക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ഒരു അലൈൻമെൻറ്റ്, ഈ ദിശ അതായത് ടണലിങ്ങിൻ്റെ ദിശ തീരുമാനിക്കപ്പെടുകയും ഇത് എക്സ്കവേഷൻ, അവിടെ ചെറിയൊരു റോക്ക് ബ്ലാസ്റ്റ്, അതായത് പാറഖനനം നടന്നാൽ തന്നെ ഈ കുന്നിൻ്റെ സ്ഥിരതയെ അത് ബാധിക്കുമെന്ന് കൃത്യമായി റിപ്പോർട്ടുള്ള സ്ഥലത്ത് അത് മറികടക്കാനാണ് ഈ 60ഓളം ഭേദഗതികൾ ആദ്യം പറയുന്നത് തന്നെ. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് തന്നെ വളരെയധികം പാരിസ്ഥിതിക ആഘാതം ഇനിയും ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത് തുരങ്കപാതയല്ല, ഇതൊരു ദുരന്തപാത എന്ന് തന്നെ ഇതിനെ വിളിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2, ഇതിൽ ഈ കമ്മിറ്റി ഇതിന് അപ്രൂവൽ കൊടുക്കുമ്പോൾ, ഇതിന് ഒരു ഇത് കൊടുക്കണമല്ലോ, ഇത് ചെയ്തോളാൻ പറഞ്ഞ് അനുവാദം കൊടുക്കുമ്പോൾ ഇന്ന പഠനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. ആ പഠനങ്ങൾ ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവിലുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൈക്രോ സ്കെയിൽ മാപ്പിംഗ് അവിടെ നടത്തണം എന്നുണ്ട്. അതായത് ചെറിയ സ്കെയിലിൽ അത് വളരെ വിശദമായിട്ട് ആ പദ്ധതി പ്രദേശം മാപ്പിംഗ് നടത്തണം എന്നുള്ളതുണ്ട്. അത് ഈ നിമിഷം വരെ നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഡ്രെയിനേജിൻ്റെ മാപ്പ്, അതായത് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലത്തിൻ്റെ ദിശ എങ്ങോട്ടാണ്, ഫ്ലോ എങ്ങോട്ടാണ്, അതിൻ്റെ ഒഴുക്ക് എങ്ങോട്ടാണ് എന്നുള്ള മാപ്പിംഗ് അത് നടത്തിയിട്ടില്ല. ഈ ജിയോ ടെക്നിക്കൽ, അതായത് അവിടെ പാറകളിലെ വിള്ളലുകൾ ഏത് ദിശയിലേക്കാണ് ഇരിക്കുന്നത്, എത്രത്തോളം അതിൻ്റെ സാന്നിധ്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജിയോ ടെക്നിക്കൽ സർവേയിലാണ് അത് കാണുന്നത്. അത്തരമൊരു പഠനം ഡീറ്റെയിൽഡ് ആയിട്ട് വിശദമായിട്ടുള്ള പഠനം ലഭ്യമല്ല. ഒരു ജിയോളജിക്കൽ ആൻഡ് ജിയോമോർഫോളജിക്കൽ സ്റ്റഡി അത് നടന്നിട്ടുണ്ട്. അത് ഭൗമശാസ്ത്രപരമായിട്ടുള്ള ഒരു പഠനം നടന്നിട്ടുണ്ട്. അത് റിട്ടയർഡ് ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് ഒരു ശാസ്ത്രജ്ഞനാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഇത് തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ അതിപ്പോഴാണ് ഈ പദ്ധതിക്ക് അനുവാദം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആ പഠനങ്ങൾ നടക്കുന്നത്. വിശദമായ പഠനങ്ങൾ നടന്നിട്ടുമില്ല. മാത്രമല്ല, നമ്മൾ ഒരു സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി, അതായത് സ്ഥിരത തീരുമാനിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയും. അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി 1 ആണെങ്കിൽ അത് വളരെ അൺസ്റ്റേബിൾ, ഒന്നിൽ താഴെയാണെങ്കിൽ അത് വളരെ സ്ഥിരത കുറവുള്ള ഒരു സാധനമാണ്, ഒരു ചെരുവാണ്. 1 ആണെങ്കിൽ അത് ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അതായത് മഴവെള്ളം എന്തെങ്കിലും വീഴുകയോ ചെറിയ എക്സ്കവേഷൻ, അതായത് ഡ്രില്ലിംഗ് വർക്കോ എന്തെങ്കിലും നടത്തിയാൽ അത് ഇടിഞ്ഞ് താഴെ പോകും. 1ൽ കൂടുതലാണെങ്കിൽ, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നാണ് അതിന് പറയുന്നത്, 1ൽ കൂടുതലാണെങ്കിൽ അത് സ്റ്റേബിളാണ്. ഈ തുരങ്കപാതയുടെ നിർമ്മിതി പ്രദേശം, അതായത് ഇപ്പോൾ ഈ പദ്ധതി പ്രദേശം എന്ന് പറയുന്നത് ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1ൽ താഴെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥലത്താണ് നമ്മൾ ഈ മണ്ണ് കൂട്ടിയിടുന്നത്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എങ്ങനെയാണ് അത് കണക്കാക്കുന്നത്? മണ്ണിൻ്റെ ഭാരം, പിന്നെ ഈ എത്രത്തോളം അതിനകത്ത് വെള്ളം കലർന്നിട്ടുണ്ട്, അപ്പോൾ ഇതെല്ലാം അതിനകത്ത് ഘടകങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ മണ്ണ് കൂട്ടിയിട്ടിരുന്നു.
ഈ വെള്ളം പിന്നെ മഴ പെയ്തപ്പോൾ അതിനകത്ത് വെള്ളം നിറഞ്ഞു. ഇത് അതിൻ്റെ ആക്കം കൂട്ടി. ഇത് തീർച്ചയായിട്ടും മനുഷ്യപ്രേരിത ദുരന്തം തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇത് എല്ലാം കമ്പനിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നതിൽ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കമ്പനിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് മുഖ്യമായിട്ട്. പക്ഷേ ഒരു നിർദ്ദേശം കൊടുത്താൽ അത് നടപ്പിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് കഴിഞ്ഞ മാസം കൊടുത്ത ഒരു നിർദ്ദേശമാണല്ലോ. ജൂൺ 25 20 ഒക്കെ ആയിട്ട്. അപ്പോൾ അത് നടപ്പിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് മോണിറ്റർ ചെയ്യാൻ, അത് ഒന്ന് ശ്രദ്ധിക്കാൻ ഉള്ള ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്കുണ്ട്, ജില്ലാ ഭരണാധികാരികൾക്കുണ്ട്, പിന്നെ ബന്ധപ്പെട്ട മന്ത്രിമാർക്കും തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യത്തെ ഉത്തരവാദിത്തം ആ ജില്ലാ കളക്ടർക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ ഈ ദുരന്തമുണ്ടാകും എന്ന് കൃത്യമായ മുന്നറിയിപ്പ് PWD കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ജില്ലാ കളക്ടറുടെ ഉത്തരവ് അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇത് രണ്ടും നടപ്പിലായില്ലെങ്കിൽ അത് കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അവിടെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും അതിൽ പങ്കാളിത്തമുണ്ട്. അവർ ആ ജോലി കൃത്യമായിട്ട് ചെയ്തില്ല എന്ന് തന്നെ കരുതണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്ത നിവാരണ ആക്ട്, നമുക്കൊരു ആക്ട് നമുക്ക് നിലവിലുണ്ടല്ലോ. അതിൻ്റെ സെക്ഷൻ 10 അധ്യായം 10 സെക്ഷൻ 56 പ്രകാരം ഒരു ദുരന്തം ഏതെങ്കിലും ഒരാൾ, ഒരു ഉദ്യോഗസ്ഥനാകാം, ഒരു സാധാരണ മനുഷ്യനാകാം, ഒരു ദുരന്തം ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തികൾ കാരണമാകുന്നുണ്ടെങ്കിൽ അവരെ 6 മാസം തടവും പിന്നെ വലിയൊരു ഫൈനും ഒക്കെ കൊടുക്കാൻ 3 വർഷം വരെ അത് നീണ്ടു നിൽക്കാം. 56ാമത്തെ സെക്ഷൻ ആ വകുപ്പ് പ്രകാരം 10ാമത്തെ ചാപ്റ്റർ ഇവരെ ശിക്ഷിക്കാനുള്ള ക്രിമിനൽ നടപടികൾ നമ്മൾ അത് അങ്ങനെ തന്നെ തീർച്ചയായും അത്രയും കടുത്ത നടപടി എടുക്കേണ്ടതാണ്. വരാം ഡോക്ടർ KG താര. ഇപ്പോൾ മന്ത്രിമാർ തീർച്ചയായും മന്ത്രിമാർ ആ ദുരന്ത സ്ഥലത്തെത്തിയിരിക്കുന്നതാണ്. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് ആദ്യം പ്രതികരിച്ചത് മന്ത്രി ടി സിദ്ദിഖാണ്. ടി സിദ്ദിഖും അനിൽകുമാറും 2 മന്ത്രിമാർക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. മന്ത്രിമാർ ഇപ്പോൾ അത് അവിടെ ഹെലികോപ്റ്ററിൽ അവിടെ എത്തിയതാണ്. അതിനുശേഷം കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു. മന്ത്രിമാർ ദുരന്ത സ്ഥലത്ത് സന്ദർശനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇത്. മനുഷ്യ നിർമ്മിത ദുരന്തം എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നതിൻ്റെ വിലയിരുത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മണ്ണ് കൂട്ടിയിട്ടത് അപകടത്തിൻ്റെ ആക്കം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്താവുന്നതാണോ എന്നൊരു ചോദ്യവും. വളരെ വേഗത്തിൽ അവിടെ ഒരു പാത നിർമ്മിക്കേണ്ടതുണ്ട്. ആ പാത ഒരു തുരങ്കപാത ഇല്ലെങ്കിൽ അവിടുത്തെ യാത്ര അസൗകര്യങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വയനാട് ജനതയ്ക്ക് ഒരു തുരങ്കപാത വേണം എന്നുള്ള ആവശ്യം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തുരങ്കപാതയ്ക്ക് പറ്റുന്ന ഒരു ഭൂമിയാണോ അവിടം എന്നുള്ളതാണ്. പശ്ചിമഘട്ടം തുറന്നുകൊണ്ടുള്ള രാജ്യത്തെ തന്നെ മൂന്നാമത്തെ തുരങ്കപാതയാണ് ഈ 2 ദുരന്തങ്ങൾക്ക് ശേഷമുണ്ടായിരിക്കുന്ന മൂന്നാമത്തെ ദുരന്തം. 2 ദുരന്തങ്ങൾക്കിപ്പുറം ഒരു പാതയിലേക്ക് പോകാൻ വലിയ താമസമുണ്ടായില്ല എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. മന്ത്രിമാർ മേപ്പാടിയിലെത്തുമ്പോൾ എന്താണ് മന്ത്രിമാരുടെ പ്രതികരണം എന്നറിയേണ്ടതുണ്ട്. FIR ഇട്ടിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു ഈ ദുരന്തത്തിൽ. നേരത്തെ ഡോക്ടർ KG താര പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ ആക്ട് പ്രയോഗിക്കേണ്ട സംഭവമാണ് ഇത്. വലിയ വീഴ്ചകളുടെ ഒരു ഘോഷയാത്ര ഇതിൽ നടന്നിട്ടുണ്ട്. മന്ത്രിമാരായ ടി സിദ്ദിഖും AP അനിൽകുമാറും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് കരുതുന്നത്. കനത്ത മഴയുണ്ടായിരുന്നു. കനത്ത മഴയിൽ ആണ് അവിടെ രക്ഷാപ്രവർത്തനം നടന്നത്. ഇടയ്ക്കൊന്ന് വെയിൽ സഹായിച്ചെങ്കിലും പിന്നീട് മഴ തുടരുകയായിരുന്നു. NDRFിൻ്റെ 3 സംഘങ്ങൾ അവിടേക്ക് എത്തി തിരച്ചിൽ വേഗത്തിലാക്കി. അതോടൊപ്പം തന്നെ പോലീസിന്റെ പ്രത്യേക സേന കടാവർ നായ്ക്കളെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. അങ്ങനെയൊക്കെയാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചത്. രക്ഷാപ്രവർത്തനമൊക്കെ വളരെ വേഗത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് കരാറുകാർ മാത്രമല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് വളരെ വേഗം ഈ പദ്ധതിക്ക് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് പച്ചക്കൊടി കാണിച്ചത്. പശ്ചിമഘട്ടം തുറന്നു പോകുന്ന ഈ തുരങ്കപാത നിർമ്മിക്കുമ്പോൾ അതിൽ വലിയ നിർദ്ദേശങ്ങൾ 60ഓളം നിർദ്ദേശങ്ങൾ വേറെ തന്നെ ഉണ്ടായിരുന്നു. അത്
അപകടം ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, അതിന്മേൽ കൂടുതൽ പഠനം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. ആ പഠനമൊന്നും തുടങ്ങും മുൻപ് തന്നെ നിർമ്മാണത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഈ തുരങ്കപാതയ്ക്കെതിരെ കോടതികളിലേക്കും ഹർജികൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെയും കോടതിയും സർക്കാരിന് അനുകൂലമായ തീരുമാനമെടുക്കുകയായിരുന്നു. കാരണം ഇവിടെ ഈ പാത എങ്ങനെയായിരിക്കും ദുരന്തം ഒഴിവാക്കി നിർമ്മിക്കുക എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താൻ, അങ്ങനെ പഠനങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ ബോധ്യപ്പെടുത്തലിൽ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുകയാണ്. അവിടെ ഒരു സൂക്ഷ്മ ഭൂപട മേഖലയുടെ സൂക്ഷ്മ ഭൂപടം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. 25 വ്യവസ്ഥകൾ സമിതി തന്നെ, അതായത് ഈ പഠനം നടത്തി ഇതിന് അംഗീകാരം നൽകിയ സമിതി തന്നെ പ്രത്യാഘാതങ്ങൾ മറികടക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അത് എത്രത്തോളം നടപ്പായിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നുപോലും അതിൽ തുടങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നഷ്ടപരിഹാരമായി വനവൽക്കരണവും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അതൊന്നും നമ്മുടെ മുന്നിലില്ല. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പൽരാജും ഭാര്യ കുടമാളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പൽരാജിനും കുടമാളും കേൾക്കാമോ? ഈ അപകടം നടന്ന ആ സമയത്തെ ഒന്ന് ഓർത്തെടുക്കാമോ? എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്? ഇപ്പോഴും ആശ്വാസം എന്നതിനൊപ്പം ആ ഞെട്ടലും ഉണ്ടാകുമെന്ന് അറിയാം. എങ്ങനെയാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? എന്താണ് നിങ്ങൾ ആ സമയത്ത് കണ്ടത്? ഞങ്ങൾ മുകളിലിരുന്ന് ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ മുകളിലിരുന്ന് മണ്ണ് ചെറുതായിട്ട് വന്ന് വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓട തുടങ്ങിയതാണ്. മണ്ണ് വന്ന് തട്ടി വിളിച്ചിട്ടാണ് ഒരാൾ പറയുമോ? രണ്ടുപേരും കൂടെ പറയുമ്പോൾ വ്യക്തമാവുന്നില്ല. ഒരാൾ പറയുമോ? ഞാൻ കുടമാളിലേക്ക് വരാം. ഒന്ന് ആദ്യം പൽരാജ് ഒന്ന് പറഞ്ഞോളൂ. പൽരാജ് പറഞ്ഞു തുടങ്ങിയതുകൊണ്ട്. ഞങ്ങൾ രക്ഷപ്പെട്ട് വന്നത് വണ്ടിയിൽ അടിയിൽ വന്നിട്ട് വരുമ്പോഴാണ് ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾ കുട്ടിയെ കാണാനില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതായത്. എന്നിട്ട് എണിച്ചപ്പോഴാണ് ഞങ്ങൾ സമാധാനമായി. ദൈവത്തിനെ നന്ദി പറയാനുണ്ട്. അത്രേ ഉള്ളൂ. കാലിലൊക്കെ ഭാര്യയ്ക്ക് കൈകാലൊക്കെ കുറേ വേദനയാണ്. നമുക്ക് ഇപ്പോഴാണ് അറിയുന്നത് ഊറുവേദനയുണ്ട്. കല്ല് ഏതാ തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി നോക്കണം. ശരി, കുടമാളിൽ എന്താണ് പറയാനുള്ളത്? ആ സമയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? நாங்கள் மேலேருந்து தாயை வரும்போது அதை நாங்கள் அந்த உருள் கொட்டி வந்ததை கண்டதுனால நாங்கள் ஓடி வந்தது. அது அந்த மண் வரும்போது தட்டி விழுந்தது அடியில், அந்த டேங்கர் லாரிக்கு அடியில் போனது. டேங்கர் லாரிக்கு அடியில் போகும்போது தான் அது எப்படி വിழுந்தோം കണ്ടു. ഞാൻ ആ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. പറഞ്ഞോളൂ. നമ്മളും കാണുകയാണ് ആ ദൃശ്യങ്ങൾ. அதை கண்டு தான் ஓடியது. அதை காணும்போது நமக்கு இன்னைக்கு நமக்கு தெய்வ பாக்கியம் இருக்கா இல்லையான்றது அந்த டேங்கர் லாரிக்கு விழுந்து எந்திரிச்சப்போ தான் தெரிஞ்சது நமக்கு தெய்வ பாக்கியம் உண்டு. தெய்வ பாக்கியமாயிட்டு 2 குட்டிகள் உண்டு. அந்த குட்டிகளை நோக்கணுன்றது ஒரு மனசில் ஒரு இதாகி போனது. குட்டிகள் நம்ம தாய் தாப்பா இல்லைன்னா குட்டிகளுக்கு എന്താ செய்யும்? யார் നോക്കും കുട്ടികളെ? ശരിയാണ്. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്, പേടി തോന്നുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് அந்த டேங்கர் லாரிக்கு அடியில் போய் அந்த ஜீப்பு கிட்ட வரலைன்னா நாங்கள் கீழே கூடி போயிருந்திருப்போம். அதான் நாங்கள் யாரும் இந்த கையில் வேதனை உண்டு, இந்த காலில் வேதனை உண்டு. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട 2 ജീവനുകളാണ്. ഏതായാലും ആശ്വസിക്കാം, രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വസിക്കാം. ഞാൻ വരാം. ഡോക്ടർ കെ ജി താരയിലേക്ക് വീണ്ടും. ഡോക്ടർ കെ ജി താര, നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു തുരങ്കപാത നിർമ്മിക്കുമ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ 60ഓളം നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ട്? കാരണം ഇത് 17.263 ഹെക്ടർ വനഭൂമിയിലൂടെ കടക്കുന്ന പ്രദേശമാണ്. അതിന് ഫോറസ്റ്റിന്റെ ക്ലിയറൻസ് കിട്ടുന്നു.
പിന്നെ ഈ 2019 2024 ഉണ്ടായ ഉരുൾപൊട്ടൽ സ്ഥലത്തു കൂടിയാണ് ഈ പ്രദേശം പോകുന്നത് എന്ന കാര്യമുണ്ട്. എന്നിട്ടും അവിടെ അപ്രൂവൽ കിട്ടുകയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുണ്ട്, വന്യജീവികളുണ്ട്. അതൊക്കെ തന്നെയും പരിസ്ഥിതിവാദികളെ പരിഹസിക്കുന്ന ഒരു കാര്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി മറ്റു കാര്യങ്ങളുണ്ട്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണല്ലോ ഇപ്പോഴും. അതെ, ഇവിടെ നടന്നിട്ടുള്ള പഠനം എന്ന് പറയുന്നത് ജിയോളജിക്കൽ ആൻഡ് ജിയോമോർഫോളജിക്കൽ അനാലിസിസ് അവിടെ ഒരു സർവേ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ DPR തയ്യാറാക്കിയ സമയത്ത്, അതായത് പദ്ധതിയുടെ അനുമതി അതിപ്പോഴാണ് നടത്തിയത്, ഈ നേരത്തെ പറഞ്ഞ പഠനം. DPR തയ്യാറാക്കുന്ന സമയത്താണ് വാട്ടർ ഡ്രെയിനേജിൻ്റെ ഒരു മാപ്പ് തയ്യാറാക്കുന്നത്. അതായത് ഈ ഭൂഗർഭജലം എങ്ങോട്ടൊക്കെ ഒഴുകി പോകുന്നു, അല്ലെ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, മുകളിലുള്ള വെള്ളം എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്, ഭൂഗർഭജലത്തിൻ്റെ പഠനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഈ വാട്ടർ ഡ്രെയിനേജ് സ്റ്റഡി എന്ന് പറയുന്നത് DPR തയ്യാറാക്കുന്ന സമയത്ത് നടത്തിയതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് കാലാവസ്ഥ മാറിയിരിക്കുന്നു. ഒരുപാട് മഴ, ക്ലൗഡ് ബസ്റ്റ്, അതായത് മേഘസ്ഫോടനം നടക്കുന്ന സമയം അത് ആവൃത്തി കൂടിയിരിക്കുന്നു, കൂടുതൽ മഴ പെയ്യുന്നു. ചില സമയത്ത് ഒരുപാട് വളരെ തീവ്രമായ മഴ കുറച്ച് കാലയളവിൽ പെയ്യുന്നു. അതിനാണ് മേഘസ്ഫോടനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥ മാറിയിരിക്കുന്നു. വെള്ളത്തിൻ്റെ ഈ ലാൻഡ് സ്ലൈഡ് അവിടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ വലിയ ഉരുൾപൊട്ടൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ആ നടന്ന സ്ഥലത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു, ഭൂഗർഭജലം എങ്ങോട്ട് പോകുന്നു, എത്ര ഒഴുകി പോകുന്നു, അതൊരു വലിയ ഫാക്ടറാണ്. അത് പുതുതായിട്ട് ഒരു പഠനം നടത്തിയാൽ മാത്രമേ, DPR അന്നുണ്ടാക്കിയ DPR ആണ്, അത് കഴിഞ്ഞ് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ പഠനം നടത്തിയിട്ടില്ല. ജിയോ ടെക്നിക്കൽ പഠനവും ഇപ്പോൾ നടത്തിയിട്ടില്ല. DPR ഉണ്ടാക്കിയ സമയത്ത് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ജിയോ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എത്ര വിള്ളലുകളുണ്ട്, എത്ര പൊട്ടലുകളുണ്ട് ഈ പാറകൾക്കുള്ളിൽ നിന്നുള്ളത്. ഏറ്റവും ദുർബലമായ പ്രദേശത്താണ് ഈ പദ്ധതി ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ കൊങ്കൺ റെയിൽവേ ആണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കൊങ്കൺ റെയിൽവേ 1998 ജാനുവരി 26 ഇത് തുടങ്ങുന്നത്. അത് ഏകദേശം 2.5 കൊല്ലത്തിനുള്ളിൽ തന്നെ, 98 കഴിഞ്ഞ് 2000 ആവുമ്പോഴേക്ക് തന്നെ ഏകദേശം 400ഓളം ഇതുപോലെയുള്ള ഡിസാസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് ഞാൻ ഉണ്ടാക്കിയെന്ന് തന്നെയാണ് വാക്ക് ഉപയോഗിക്കുന്നത്. കാരണം വേണ്ടത്ര ശാസ്ത്രീയമായ പഠനങ്ങളുടെ അഭാവം കൊണ്ട് ഈ പദ്ധതി വളരെ പെട്ടെന്ന് 4 കൊല്ലം കൊണ്ട് ഇത് തീർക്കണം. 7 കൊല്ലം എടുത്തു, പക്ഷേ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇത് തീർക്കാൻ വേണ്ടി അത് വളരെ ദുർബലമായ മേഖലകളിൽ വേണ്ടത്ര പരിചരണം കൊടുക്കാതെ ഇത് മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. 400ഓളം അപകടങ്ങൾ ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു. ഈ ഹനോവർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഏരിയയുണ്ട്. അവിടെ ഈ കർണാടകയും ഗോവയുമായിട്ട് ഇഷ്ടം പോലെ അപകടങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഈ ഷാഫ്റ്റ് താഴ്ത്തുമ്പോൾ ഈ വളരെ പതുപതുത്ത മണ്ണാണ്. അപ്പോൾ ഈ ഷാഫ്റ്റ് താഴ്ത്തുമ്പോൾ ഇതിന് ഭാരം താങ്ങാൻ വയ്യാതെ ഈ ഷാഫ്റ്റ് തലയിലേക്ക് വീണ് 8 തൊഴിലാളികൾ അങ്ങനെ മരിച്ചു. 20ഓളം പേര് വേറെ സ്ഥലത്ത് മരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സബ് കോൺട്രാക്ട് ചെയ്യും ഈ ആളുകൾ. ഈ കൊങ്കൺ റെയിൽവേക്ക് ഏൽപ്പിച്ചാലും ഇത് സബ് കോൺട്രാക്ട് ചെയ്ത് അവിടെ വേണ്ടത്ര ഒരു അവധാനതയുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ പദ്ധതി ഇപ്പോൾ ഈ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ട് അവിടെ ഇനി നടത്താൻ പഠനങ്ങൾ ബാക്കിയുണ്ടോ എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ വിശകലനം ചെയ്ത് മാത്രമേ ഇതിന് അനുമതി കൊടുക്കാവൂ. അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവും. തീർച്ചയായും. ഡോക്ടർ എ രാജഗോപാൽ കമത്തിലേക്ക് കൂടി ഈ സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിനകത്തുള്ള റെക്കമെൻഡേഷൻസ് അതാണ് അതിൽ ഓൾറെഡിയുള്ള റെക്കമെൻഡേഷൻസ് നടത്തിയാൽ മതി. ഡോക്ടർ എ രാജഗോപാൽ കമത്ത്, ഇപ്പോൾ കാലാവസ്ഥ മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമല്ലേ? കാലാവസ്ഥ ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരമോ മുൻകൂട്ടി കാണുന്ന പോലെ ഒന്നുമല്ല പലപ്പോഴും ഉണ്ടാകുന്നത്. മഴ വയനാട്ടിൽ കഴിഞ്ഞ കുറച്ചു കാലമായി അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും കരകയറിയിട്ടില്ല. അതിന് അധികം കാലതാമസമില്ലാതെയാണ് ഒരു തുരങ്കപാത എന്ന ആലോചനയിലേക്ക് വേഗം പോവുകയും വളരെ വേഗത്തിൽ അതിന്റെ നിർമ്മാണോദ്ഘാടനത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഒരു കാലാവസ്ഥാ ദുരന്തമായിട്ടാണോ, ഒരു മനുഷ്യനിർമ്മിത ദുരന്തമായിട്ടാണോ, എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഇതൊരു ട്രെയിലർ മാത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടത്. കാരണം ഈ പരിസ്ഥിതി ദുരന്തം, ഈ ടണൽ പ്രോജക്റ്റിന്റെ പരിസ്ഥിതി ദുരന്തത്തിന്റെ ഘോഷയാത്രയുടെ തുടക്കം മാത്രമാണ് നമ്മൾ ഇന്ന് കണ്ടത്. കാലാവസ്ഥ മാറുന്നുണ്ട്. വാസ്തവം തന്നെ വളരെ ദുർബലമായിട്ടുള്ള പശ്ചിമഘട്ട പ്രദേശത്ത് ഈ രീതിയിലുള്ള ഒരു ടണൽ എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. കാലാവസ്ഥ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ആ വലിയ ദുരന്തം നമ്മൾ കണ്ടതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു 1.5 മാസം മുമ്പ്
എൻ്റെ ആശങ്കകൾ ഞാൻ ഇതിനെക്കുറിച്ച് അറിയിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവിടെ ആണ് എങ്കിലും ആശങ്ക അറിയിച്ചിരുന്നു. വയനാട് ടണൽ പ്രോജക്റ്റിന്റെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റിൽ വളരെ വൾണറബിൾ ആണെന്നുള്ളത്. കാരണം അവിടുത്തെ ആ നിർമ്മാണ രീതി ഇന്നിപ്പോൾ കണ്ടപ്പോൾ ടണൽ നിർമ്മാണം മാത്രമല്ല, ചുറ്റുപാടും ധാരാളം പ്രദേശങ്ങൾ വെട്ടിവെളുപ്പിച്ചിട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതമാണ് ഇന്ന് കണ്ടത്. ഇതൊരു മണ്ണിടിച്ചിലാണ്. ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് മണ്ണിടിച്ചിൽ പൊതുവെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതിന്റെ ട്രിഗർ എന്ന് പറയുന്നത് അവിടെ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. കാരണം ഇതിന്റെ പ്രകമ്പനങ്ങൾ, നമ്മുടെ അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രകമ്പനങ്ങൾ അവിടുത്തെ ആ ഒരു ടെറൈനെ ദുർബലമാക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ നീർച്ചാലുകൾ അടഞ്ഞു പോയിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടറിന്റെ ആ ഒരു ഘടനയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ കോൺക്രീറ്റ് ഭിത്തികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് വെള്ളം പൊതുവെ ഇതൊരു റിസർവയർ ആണല്ലോ, മല എന്ന് പറയുമ്പോൾ ഒരു റിസർവയറാണ്, വെള്ളത്തിന്റെ ഒരു റിസർവയറാണ്. അത് സ്വാഭാവികമായിട്ടും ഒഴുകിപ്പോകാത്ത രീതിയിലുള്ള കോൺക്രീറ്റ് ഭിത്തികളൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴത്തെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ഏറ്റെടുക്കാനായിട്ട് ഈ കമ്പനിക്ക് പ്രാപ്തിയുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന്റെ ഈ നടത്തിപ്പുകാർക്ക് അത് നടത്തിയെടുക്കാനുള്ള പ്രാപ്തിയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൊതുവെ ഇപ്പൊ പഴിചാരി രക്ഷപ്പെടുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. കമ്പനിയുടെ പേരിൽ, കമ്പനിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ അത് ഫോളോ അപ്പ് ചെയ്യാതിരുന്നത്? ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അത് മനുഷ്യരോട്, അവിടെയുള്ള മനുഷ്യരോട് അവർ സമാധാനം പറയേണ്ടതല്ലേ? അപ്പൊ കാലാവസ്ഥ മാറുന്നുണ്ട്, തുടർച്ചയായിട്ടുള്ള വലിയ മഴകൾ പെയ്യുമെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. വയനാട് തന്നെ ഏകദേശം 50% മഴക്കുറവാണ് ഇതുവരെ ഉള്ളത്. അത് സൂചിപ്പിക്കുന്നത് അടുത്ത 1.5 മാസം കൊണ്ട് അത്രയും പൊട്ടൻഷ്യൽ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോ തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം വളരെ ശക്തമായിട്ടോ കഴിഞ്ഞ മുമ്പത്തെ വർഷം പെയ്തതുപോലെ അതിതീവ്ര മഴ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെ നടന്നത് നമ്മൾ കണ്ടല്ലോ. അതേപോലെയുള്ള സാധ്യതകൾ കേരളത്തിൽ കൂടുതലായിട്ടുണ്ട്. കാരണം ഈ അർബനൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ഈ അവസ്ഥകൾ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാവുന്നുണ്ടോ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതാണ്. ഈ ഒരു 1.5 മാസം എന്ന് പറയുന്നത് വളരെ വൾണറബിൾ ആണ്. ഇത്തരത്തിലുള്ള ഒരു സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ആൾതാമസം ഉണ്ടാകുകയോ ചെയ്യാൻ പാടില്ല. അത് നേരത്തെ ഒഴിവാക്കേണ്ടതാണ്. അവിടെ താമസിക്കാനേ പാടില്ല. കാരണം ഇത്രയും സെൻസിറ്റീവ്. ഇപ്പൊ ഷിരൂരിൽ നടന്നത് അതുപോലെയാണ്. ഷിരൂരിൽ ആ നിർമ്മാണ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അവിടെ ആ ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായത്. ആ ഭാഗം മൊത്തം മണ്ണെടുത്തിരിക്കുകയാണ്. ആ മലമ്പ്രദേശത്തിന്റെ ആ ഒരു ചെരുവിൽ മൊത്തം മണ്ണെടുത്തിരിക്കുകയാണ്. ഇതൊരു ചെങ്കുത്തായ മലപ്രദേശമാണ്. അതിന്റെ ട്രിഗർ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും മുകളിൽ നിന്നാണ്. ഒരു ഭാഗം അടർന്നിങ് വന്നതാണ്. അതിന്റെ ആഘാതം കൂട്ടിയതെന്ന് പറയുന്നത് ഈ മണ്ണ് കൂട്ടിയിടുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. ഇത്രയും പേർക്ക് മാത്രമേ ജീവഹാനി സംഭവിച്ചുള്ളൂ എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വളരെ കൂടുതൽ ആളുകളൊക്കെ ആ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമായിരുന്നെങ്കിൽ ഈ ആൾനാശം ഇതിൽ കൂടുതലാകുമായിരുന്നു. അതാണ് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോ ഈ മേപ്പാടി കല്ലാടി ഭാഗത്താണ് ഇതിപ്പോ ഉണ്ടായിരിക്കുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഇതേപോലെയുള്ള മഴ, അല്ലെങ്കിൽ ഇതിലും വലിയ ശക്തമായിട്ടുള്ള മഴ, നമ്മൾ നേരത്തെ 70 സെന്റിമീറ്റർ മഴ ഒരു ദിവസം കൊണ്ട് പെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നിലമ്പൂരും മറ്റുമൊക്കെ. അപ്പൊ ഒരു സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പെയ്യുക പറയാൻ പറ്റില്ല. കാരണം അത് പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ കാലാവസ്ഥാ വകുപ്പിനെ നമുക്ക് ആശ്രയിച്ചിട്ട് കാര്യമില്ല. കാരണം അവരിന്നും ഒരു തമാശ കാണിച്ചിട്ടുണ്ട്. ഈ മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം 12:30-ക്കുള്ള ബുള്ളറ്റിനിലാണ് റെഡ് അലേർട്ട് കൊടുക്കുന്നത്. പിന്നെ അവരുടെ റഡാർ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നില്ല. റഡാർ അണ്ടർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ടൊക്കെ ഒരു പ്രയോജനം? ഈ മനുഷ്യർക്ക്, നമ്മുടെ ഈ ടാക്സ് പേയേഴ്സിന്റെ പൈസ കൊണ്ട് ഈ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? റഡാർ ഇല്ല. റഡാർ ഉണ്ടെങ്കിൽ തന്നെ പറയാം അത് ഞങ്ങളുടെ റീച്ചിന് വെളിയിലാണെന്ന് പറയും. അലർട്ടുകളില്ല. അലർട്ടുകൾ ഉണ്ടെങ്കിൽ മഴയില്ല, മഴയുണ്ടെങ്കിൽ അലർട്ടും ഇല്ല. അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമുക്ക് ശരിയായ ഒരു രീതിയിലുള്ള ഒരു സംവിധാനം ഇല്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ, സെക്യൂരിറ്റി ഇല്ലാതെ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഏറ്റവും വലിയ അപകടമാണ്. കാരണം ഇതൊരു ഘോഷയാത്രയാണ്, ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അത് തുരങ്കം പൂർത്തീകരിച്ചതിന് ശേഷവും അതിന്റെ ആഘാതം നിലനിൽക്കുന്നുണ്ട്. കാരണം അതിന്റെ ട്രിഗറുകൾ, അതിന്റെ വിള്ളലുകൾ എല്ലാം അവിടെ തുടർച്ചയായിട്ട് തുടരുന്നുണ്ട്. കാരണം ഇത് വലിയൊരു ഇവന്റ് ആണ്. ആ മലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതം ഉണ്ടാക്കുന്ന ഇവന്റുകളാണ് നടക്കുന്നത്. തുരങ്കപാതയുടെ കവാടത്തിലൊക്കെ ഇപ്പോൾ മണ്ണ് മൂടി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്
ഇനി ഈ പദ്ധതി വേണോ എന്നൊരു ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. ആ നാട്ടുകാരാണ് അതിൽ പ്രധാനമായും പറയേണ്ടത്. കാരണം അവരെ സംബന്ധിച്ച് അത് ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഷംസാദ് മരക്കാർ, ഇപ്പോൾ ഈ പദ്ധതി അടിയന്തരമായി വേണ്ടതാണ് വയനാടിന്. വയനാടിന്റെ യാത്രാ സൗകര്യം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ചുരത്തിൽ മണ്ണിടിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദിവസങ്ങളോളം യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത പ്രതിസന്ധി, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണല്ലോ ഈ തുരങ്കപാത ആലോചിച്ചത്. പക്ഷെ തുരങ്കപാതയ്ക്ക് പറ്റിയ സ്ഥലമല്ല വയനാട് എന്ന ബോധ്യം ഈ അപകടം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ടോ? എന്താണ് ഇതിലൊരു ആലോചന? തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് സ്മൃതി പറഞ്ഞതുപോലെ ഏറ്റവും അധികം ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത് ചികിത്സയുടെ കാര്യത്തിൽ കോഴിക്കോടേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ട്രാഫിക് ബ്ലോക്കും അതിലുണ്ടാവുന്ന മരണങ്ങളും ഏറെ കണ്ടവരാണ് വയനാട്ടിലുള്ള ആളുകൾ. അതോടൊപ്പമുള്ള എല്ലാ സൗകര്യങ്ങളിലും എപ്പോഴും മണിക്കൂറുകളോളം ചുരത്തിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഒരു നല്ല യാത്രാ സൗകര്യം വേണമെന്നുള്ളൊരു ആഗ്രഹം. അതിനിടയിലാണ് തുരങ്കപാത എന്ന് പറയുന്ന ഒരാശയം വരുന്നത്. സ്വാഭാവികമായി വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതിനെ അനുകൂലിക്കുക എന്നുള്ളൊരു നിലപാടെടുത്തു. കാരണം ഈ യാത്രാ സൗകര്യം നല്ല രീതിയിലാക്കാൻ. പിന്നെ രണ്ടാമത് ഇതിൻ്റെ ഒരു ചർച്ച വരുന്നത് കഴിഞ്ഞ ദുരന്തത്തിന് ശേഷമാണ്. ചൂരൽമല ദുരന്തം ഉണ്ടായതിനു ശേഷം ആളുകളിൽ തന്നെ വിവിധ അഭിപ്രായങ്ങളുണ്ടായി. ആ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്നുണ്ടായതാണ്. അത് സയൻറ്റിഫിക് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ടേംസിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നല്ല. ഇപ്പം കമ്മത്ത് സാറും താര മേഡവും ഒക്കെ പറയുന്നത് പോലെ സയൻറ്റിഫിക്കലി യു ആർ റൈറ്റ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ഒരു ഭീതിയിൽ നിന്നും ഭയത്തിൽ നിന്നും ഇതിനെക്കുറിച്ച് ചില ചോദ്യങ്ങളുണ്ടായി. ആ ചോദ്യങ്ങൾ ഉണ്ടായ സമയത്ത് എനിക്ക് ഇതേപോലെയുള്ള ഡിബേറ്റുകൾ നമ്മളും പറയും, ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദമായൊരു പഠനം നടത്തണം. കാരണം തുരങ്കപാത വേണ്ട എന്നുള്ളതല്ല, അല്ല അതിന് എന്തെങ്കിലും തരത്തിൽ, കാരണം ചൂരൽമലയിലും പുത്തുമലയിലും 2 ഇൻസിഡൻറ്റ് ഉണ്ടായി. അതിനിടയിലാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. അത് സ്വാഭാവികമായി അവിടുത്തെ പ്രകൃതിയെ, അവിടുത്തെ മലയെ ബാധിച്ചിട്ടുണ്ടാവും. ഏറ്റവും ഫ്രജൈലായ ഒരു ലാൻഡാണത്. അവിടുത്തെ മറ്റ് നിർദ്ദേശങ്ങൾ, അങ്ങനെയെല്ലാമുള്ള ഭയത്തിൽ നിന്നുള്ള കാര്യങ്ങളുണ്ടായി. പക്ഷെ അപ്പോഴും സർക്കാർ നമ്മളോട് പറഞ്ഞത് മുന്നോട്ട് പോകുകയാണ്, ഇതിന് എല്ലാ തരത്തിലുള്ള അനുമതികളും കിട്ടി, എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുമെന്നുള്ളതാണ്. ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഭരിക്കപ്പെടുന്ന സർക്കാർ പറയുന്ന വാക്കിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് അന്നത്തെ കാര്യം. ഈ പറഞ്ഞ 25 നിർദ്ദേശങ്ങളും DPRൽ വന്ന 60ഓളം വ്യത്യാസങ്ങളും അവിടുത്തെ ആനത്താരയുമായി ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ സമിതി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ആനത്താരയും ബാണാസുര ചിലമ്പനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ കളിയാക്കപ്പെടുകയും ഇതിനകത്തൊരു വ്യക്തത വരണമെന്ന് പറയുന്ന ആളുകൾ പോലും വികസന വിരോധികളായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് എൻവയോൺമെന്റൽ ക്ലിയറൻസ് വേണം ഈ പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞതിന് അദ്ദേഹം ഈ പാതയുടെ ഏറ്റവും വലിയ വിമർശകനായി മാറി. പക്ഷേ ചൂരൽമലയ്ക്ക് ശേഷം ഗൗരവത്തിൽ ഇത് ചർച്ച ചെയ്തു. അപ്പോഴും സർക്കാരിൻ്റെ ഒരു ഉറപ്പുണ്ടായിരുന്നു, ഇതിലെല്ലാം അനുമതിയും ക്ലിയറാണ്, ഈ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പാലിക്കപ്പെടും. അത് വിശ്വസിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുശേഷം പലരും ഈ പാതയ്ക്കെതിരെ കോടതിയിൽ പോവുകയെങ്കിലും കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായി വിധി ലഭിക്കില്ല. കോടതിയും ഈ പാതയ്ക്ക് അനുകൂലമായി. അപ്പോൾ സർക്കാരും പാതയ്ക്ക് അനുകൂലമാണ്, കോടതിയും പാതയ്ക്ക് അനുകൂലമാണ്. കോടതിയെ ബോധ്യപ്പെടുത്തുകയാണല്ലോ ഷംസാദ് മരക്കാർ. അതായത് പാരിസ്ഥിതിക അനുമതിയുണ്ട്, കുഴപ്പങ്ങളില്ലാതെ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ള ഉറപ്പാണ് കോടതിക്ക് മുന്നിൽ എത്തിക്കുന്നത്. അതെ, അത് സർക്കാരിൻ്റെ, ഞാൻ പറഞ്ഞത് വേഗതയാണ്. അതായത് 2 തവണ ഉദ്ഘാടനം ചെയ്യപ്പെട്ട തുരങ്കപാതയുടെ ഒരു വേഗതയുണ്ട്. അത് ഒരു ഇലക്ഷൻ്റെ മുന്നോടിയായി വളരെ വേഗത്തിൽ ആനക്കാമ്പോയിൽ നിന്നും ആരംഭിക്കുന്നു, മേപ്പാടിയിൽ നിന്ന് ആരംഭിക്കും. പിന്നെ സ്വാഭാവികമായി ഇതിനുമായി ബന്ധപ്പെട്ട് ആളുകൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇത് ഞങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള ഒരു വലിയ ബോധ്യവും കൂടെ വന്നപ്പോൾ ഇതിനോടൊപ്പം സഞ്ചരിക്കണം. പക്ഷെ ഇന്ന് ഈ ഒരു അപകടം അവിടെ ഉണ്ടായി. ഈ അപകടം അപ്രതീക്ഷിതമല്ല. ഈ അപകടം അപ്രതീക്ഷിതമല്ല എന്ന് പറയുന്നത് കാരണം ഇതിന് ആളുകൾക്ക് തന്നെ ഈ ഒരു കാണുമ്പോൾ ഒരു ഭീകരമായ അവസ്ഥയിലുള്ള നിർമ്മാണമാണ് മലയുടെ അടിവാരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവരെ തന്നെ പേടിപ്പിക്കുന്നൊരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ കലക്ടർ ഇതിനകത്ത് ഇൻഫർമേഷൻ കൊടുക്കുന്നു, PWD മിനിസ്റ്റർ കൊടുക്കുന്നു. സ്വാഭാവികമായി ഈ ഇൻസിഡൻറ്റ് സംഭവിക്കുകയും ചെയ്യുമ്പോൾ ജനത്തിന് ഭയമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഒരു പഠനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സർക്കാരിന്റെ PWDയുടെയും നോക്കൂ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിന്റെ ആ ഒരു ഉത്തരവിന്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. അത് പരിശോധിക്കണം, അത് കൃത്യമായി മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പാലിക്കുന്നുണ്ടോ എന്ന പരിശോധന, നേരത്തെ ഡോക്ടർ KG താര പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പരിശോധന ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടം നടത്തേണ്ടതല്ലേ? അത് കൃത്യമായി നടന്നിരുന്നെങ്കിൽ ആ മണ്ണ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യമാകുമായിരുന്നല്ലോ. മഴ തുടങ്ങിയ ശേഷം ആ മണ്ണ് എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്, അത് വേറെ അപകടമുണ്ടാക്കും. തീർച്ചയായും 20-ാം തീയതിയാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഈ കമ്പനിക്ക് കൊടുക്കുന്നത്. 25-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട PWD മന്ത്രിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിങ്ങിലാണ് ഇവർ ഈ മണ്ണ് കൊണ്ടുപോകാനുള്ള സ്ഥലം ഇവർക്കില്ല എന്നുള്ള വിവരം അറിയിക്കുന്നത് പോലും. അത് 25-ാം തീയതി കഴിഞ്ഞ് ഇന്നത്തേക്ക് തോന്നുന്ന 10 ദിവസമായിട്ടുള്ളൂ.
ഈ 10 ദിവസം മുന്നെയാണ് ഇവർ പറയുന്നത് മണ്ണ് മാറ്റാനുള്ള സ്ഥലം പോലും ഇവരുടെ കയ്യിലില്ല എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ വേഗത്തിൽ ആരംഭിച്ചൊരു പദ്ധതിയിൽ വേണ്ട ചില അടിസ്ഥാനപരമായ പ്രിക്കോഷൻസ് എടുക്കാതെയാണ് ഇത് ആരംഭിച്ചത്. കാരണം അന്ന് നമ്മളൊരു ഭൂമി കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ കത്ത് പോലും ഒരുപക്ഷെ ആവശ്യമുണ്ടാവില്ല. കാരണം ഇത് ഒരു ഘട്ടത്തിലുള്ള മണ്ണാണെന്ന് വിചാരിക്കരുത്. ഈ നിർമ്മാണം തുടങ്ങിയത് മുതൽ ഇന്ന് അപകടമുണ്ടാകുന്നത് വരെയുള്ള മുഴുവൻ നിർമ്മാണത്തിൻ്റെ മണ്ണുമാണത്. അപ്പോൾ ഇതിനു മുൻപൊരു ഭൂമി അവർ കണ്ടെത്തിയിരുന്നെങ്കിൽ ഘട്ടം ഘട്ടമായി മാറ്റിയിരുന്നെങ്കിൽ പോലും ഇത്തരം ഒരു അപകടം ഉണ്ടാവില്ല. അപ്പോൾ അവർ 5 ദിവസം 10 ദിവസം മുമ്പ് പറയുകയാണ് ഞങ്ങൾക്ക് മണ്ണ് കൊണ്ടുപോയിടാനുള്ള സ്ഥലമില്ല എന്നുള്ളത്. ഈ ഗവൺമെൻറ്റിനോട് ഇവർ പറയുന്നത് 10 ദിവസം മുൻപാണ്. അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന നിർദ്ദേശങ്ങളൊന്നും കമ്പനി തലത്തിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ DDMA ആക്ട് പ്രകാരം അവർക്ക് 10 അധ്യായ പ്രകാരം അവർക്കെതിരെ കേസെടുക്കണമെന്ന് തന്നെയാണ്. കാരണം ഈ നിർദ്ദേശത്തിന് മുമ്പേ ഇവർ ചെയ്യേണ്ടതാണിത്. ഇത് നമ്മളൊരു നിർദ്ദേശം കൊടുത്ത് മണ്ണ് മാറ്റിക്കേണ്ടതല്ല. ഇവരുടെ എഗ്രിമെൻറ്റിൽ ഇവർ സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണയിൽ തന്നെ ഇവർക്ക് മണ്ണ് മാറ്റി കൊണ്ടുപോകാനുള്ള സ്ഥലം ഇവർ കണ്ടെത്തി അവിടെ കൊണ്ടുപോകണം. അത് ചെയ്തിട്ടില്ല. ചെയ്യാത്തതിനാണ് അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലമില്ല എന്നുള്ളൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു മറുപടി അവരിൽ നിന്ന് വന്നു. അതൊരിക്കലും നമുക്ക് നീതീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ അതിലൊരു കാര്യം, അന്ന് കർശനമായി പറഞ്ഞൊരു നിർദ്ദേശം കൊണ്ടാണ് ഇന്ന് നമ്മളുടെ ആളുകളുടെ മരണം തോത് കുറഞ്ഞത്. കാരണം ഒരു കാരണവശാലും അവിടെ മഴക്കാലത്ത് നിർമ്മാണ പ്രവർത്തനത്തിന് ആളുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ആ നിർദ്ദേശം അവർ പാലിച്ചു. ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഈ ഒരു നമ്മുടെ ഇൻസിഡൻറ്റിലുള്ള മരണം എന്ന് പറയുന്നത് കുറയാൻ സാധിച്ചത്. ആ ആളുകളൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വലിയ ഒരു ദുരന്തത്തിലേക്ക് പോയേനെ. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ട്. പിന്നെ ഒരു നിർദ്ദേശം കൊടുത്തു, അതിനവരൊരു മറുപടി തരുന്നു, അതിൽ മേൽ ഒരു കാര്യം ആലോചിക്കുന്നു. വയനാട്ടിലെ മഴയുടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ്. ഒരു രാത്രി പെയ്യുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ക്ലൗഡ് ബ്ലാസ്റ്റിംഗ് ആണ്, മേഘവിസ്ഫോടനം നടക്കുന്നു, അതിതീവ്ര മഴ പെയ്യുന്നു, പെട്ടെന്ന് വലിയ രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് ഈ ജില്ലയിൽ. ഒരു തർക്കവും ഇല്ല. കാരണം ഇന്ന് നമ്മൾ മഴയെക്കുറിച്ചാണ് പറയുന്നത്, തൊട്ടപ്പുറം പുൽപ്പള്ളിയിലും മുള്ളംകൊല്ലിയിലും വെള്ളമില്ലാത്തതിനെ കുറിച്ച് വാർത്തയാണ്. അപ്പോൾ ഇത് വയനാടിൻ്റെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഒരു പഠനം നടത്തണമെങ്കിൽ ഗൗരവത്തിലൊരു പഠനം നടത്തുകയും നിർദ്ദേശം കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഈ പദ്ധതിയുടെ മുഴുവൻ മോണിറ്ററിംഗ് ഇരിക്കുന്നത് ഈ കൊങ്കൺ റെയിൽവേ അതോറിറ്റിയുടെ കയ്യിലാണ്. ഇത് സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിനുള്ള ഈ അഗ്രിമെന്റിൽ തന്നെ പറയുന്നത് ഇതിന്റെ മുഴുവൻ മേൽനോട്ടവും നടത്തേണ്ടത് കൊങ്കൺ റെയിൽവേ അതോറിറ്റിയാണ്. കിഫ്ബിയുടെ ഫണ്ടിങ് ആണ്, കൊങ്കൺ റെയിൽവേ ആണ്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ, അവർ നടത്തുന്ന പദ്ധതി സബ് കോൺട്രാക്ട് കൊടുത്തതായിരിക്കാം ഒരു കോൺട്രാക്ടർക്ക്. അവർ നടത്തുന്ന പ്രവൃത്തി വിലയിരുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൊങ്കൺ റെയിൽവേക്കാണ്. അവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. കാരണം അവർ ഈ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നതാണ്. മീറ്റിങ്ങിലൊക്കെ ഈ കോൺട്രാക്ടറുടെ ഒരു പ്രതിനിധിയാണ് പങ്കെടുക്കാറ്. കൊങ്കൺ റെയിൽവേയുടെ പ്രതിനിധികളാണ് എല്ലാത്തിനും ഉത്തരം പറയുന്ന ആളുകൾ. അവർക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് ഇതിനകത്ത് ഏത് രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതും അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നാണല്ലോ, കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും പ്രപ്പോസൽ വന്നിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നാണ്, പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്നാണ് പ്രപ്പോസൽ പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കൊങ്കൺ റെയിൽവേയും കിഫ്ബിയും ഒക്കെ ചേർന്നൊരു തൃകക്ഷി എന്ന രൂപത്തിൽ അത് എഗ്രിമെന്റ് ഒപ്പിടുന്നത്. അപ്പോൾ സർക്കാരിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. അതിൽ പരിശോധനകൾ കൃത്യമായി നടത്തുന്നു. അപ്പോൾ കാര്യമായി അത് പാലിക്കപ്പെടുന്നില്ല എങ്കിൽ അവിടെ വെച്ച് ആ പരിപാടി അവിടെ നിർത്താൻ നിർദ്ദേശിക്കേണ്ടതുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ വലിയ ദുരന്തമാകാതിരുന്നത് മഴ സമയത്ത് അത് നിർത്തിവെച്ചുകൊണ്ടാണ്. അത് ഈ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ ആ മണ്ണ് അവിടുന്ന് എടുക്കാനുള്ള ആലോചനയിലേക്ക് പോകുമ്പോൾ എടുത്തു കഴിഞ്ഞ് എവിടേക്ക് എന്ന ആലോചന കൂടാതെ അവിടെ തന്നെ മണ്ണ് നിക്ഷേപിക്കുന്നു. അതുണ്ടാക്കിയ അപകടം അത് വലുതാണ് എന്ന് ഡോക്ടർ KG താരയും ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായ ശേഷം, നേരത്തെയും ഈ പുത്തുമലയ്ക്ക് ശേഷം ഉണ്ടായ ദുരന്തം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തുരങ്കപാത വേണമോ ഇനി? അങ്ങനെ ഒരു ആലോചനയുണ്ടോ? എന്താണ് ഹംസയ്ക്ക് തോന്നുന്നത്? അല്ല, നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തുരങ്കപാത നമുക്കൊരു വഴിയില്ല ഇവിടെ. വേറെ ഇപ്പോൾ മേപ്പാടിന്ന് വരികയാണെങ്കിൽ ഒരു വഴിയില്ല, ചൂരാമലിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ വഴിയല്ലാതെ വേറൊരു വഴിയില്ല. വേറൊരു വഴി നമുക്ക് അത്യാവശ്യമാണ്. തുരങ്കത്തല്ല നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ മാതിരി ഉദ്യോഗസ്ഥന്മാർ വന്നാൽ ഇവിടെ ഞാൻ ഈ തുരങ്കത്തിൻ്റെ തൊട്ട വീട്ടിലുള്ള ആളാണ്. എൻ്റെ വീട് ഇവിടെ കിടക്കുന്നത് പാലത്തിൻ്റെ അക്കരെ കിടക്കുന്നത്, തുരങ്കം അതിൻ്റെ അപ്പുറമാണ്. ഒരു ഉദ്യോഗസ്ഥന്മാർ അവിടെ വരുന്നു എന്നില്ല. ആൾക്കാർ മരിച്ചതിന് ശേഷം അവർ വന്ന് എന്താ ഇത് കാര്യം? വല്ല ഉപകാരമുണ്ടോ? നിങ്ങൾ തന്നെ പറയും. ഈ ആൾക്കാർ മരിച്ചതിൻ്റെ ശേഷം, ഈ അപകടം വന്നതിൻ്റെ ശേഷമാണ് ഇവർ എല്ലാവരും ഇവിടെ ഓടിയത്തിന്. അതിൻ്റെ മുന്നിൽ വന്നിട്ട് ഇവർ അന്വേഷിക്കണ്ടേ? തുരങ്കപാതത്തിൻ്റെ ഇവിടെ എന്താണ് പരിപാടി എന്നൊക്കെ അന്വേഷിച്ചിട്ട് അതിനുള്ള അതുപോലെ അങ്ങോട്ടുള്ള വഴികൾ നീക്കണ്ടേ? തുരങ്കപാത അവിടെ വന്ന ശേഷം ഓട്ടോറിക്ഷ ഓടിച്ചിൻ്റെ കുടുംബം കയ്യിലാളാണ്.
റോട്ടിൽ കൂടെ വണ്ടി വരെ പോകാൻ പറ്റില്ല. കള്ളാടി വരെ ചളിയാണ്. ഇറങ്ങാൻ വണ്ടി ഓടിക്കുമ്പോൾ ഇറങ്ങി. എന്നിട്ട് ഇവർ വെള്ളമടിച്ചും കൊണ്ട് ഇരിക്കാൻ റോഡ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കാൻ നമ്മൾ ഒച്ചുമൂടി ഉണ്ടാക്കിയാൽ. അതാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്നൊക്കെ നടന്ന ആ ലോറി വരുന്നൊന്നും അങ്ങനെ തന്നെ വെള്ളമടിക്കുന്ന ലോറിയാണ്. അതും വന്നിപ്പം ഒന്ന് കുടുങ്ങിയത്. അങ്ങനെ സ്ത്രീകൾ പറഞ്ഞ മാതിരി ലോറിന് ചൂട്ട് പോയത് വെള്ളമടിച്ച് റോട്ടിൽ വെള്ളമടിച്ച് മണ്ണ് കളയുന്നതാണ്. ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ മുന്നിൽ വന്നിട്ടാണ് നമ്മളിത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആടായിട്ട് 10-50 കൊല്ലമായി. ഒരു ഉദ്യോഗസ്ഥന്മാർ ഈ തുരങ്കത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരു കാരണം പറയാം, അല്ലെങ്കിൽ ഒരു വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലെ എല്ലാവരും എത്തിക്കാണ്ട് അത് ഇത് പറയും. അതിട്ട് എന്താ കാര്യം? മെച്ചം പോയില്ല, ഒരു കുടുംബത്തിന് പോയി. ഒരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? ചെയ്തിട്ട് എന്താ കാര്യം? ഇത് ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി റൂട്ടുമാക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഓനെ വേറെ റൂട്ടുമാ കയറ്റി ഇടിഞ്ഞ് മണ്ണ് അവിടെ നിന്ന് നിരങ്ങി വരിക. നോക്കി നിന്ന് ഇടയ്ക്ക് നമ്മളെ മുറ്റത്തെത്തി മുറ്റത്തിൻ്റെ റോഡിൻ്റെ സൈഡിൽ എൻ്റെ വയ്യൊക്കെ അടഞ്ഞു പോയി. അപ്പം എന്തെങ്കിലും പരിഹാരം ഇങ്ങനൊക്കെ വലിയൊരു ഇത് കാണുമ്പോൾ ഇവർ സംവിധാനം ഉദ്യോഗസ്ഥന്മാർ കാണണ്ടേ, വന്ന് നോക്കി അന്വേഷിക്കണ്ടേ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥന്മാർ ആ സ്പോട്ടിൽ വന്നതോ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. വല്ല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇവരല്ലാതെ അവിടെ ഒന്നുമില്ല. പണിക്കാരെ പ്രാവശ്യം ഒരു കണ്ടമാനം പണിക്കാർ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വലിയ കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ആ വണ്ടിയിൽ 30 ആളുകളും ഉണ്ടാവും. ഒരു ബസ്, ആ ബസ് 2 തവണയായിട്ടല്ലോ ബസ്സിലെടുത്ത് 30 ആ ബസ് പോയി കിടക്കുക, എപ്പോഴും കിടക്കുക പോലെ വണ്ടീൻ്റെ കിടക്കുക. 30 ആൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4-10 കോടി ഓടി എങ്ങോട്ട് ഓടി. കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ട് കുറേ ആൾക്കാർ ഉള്ളിൽ കിടക്കുക. കുറേ ആൾക്കാർ കിട്ടിയെങ്കിലും കുറേ ആൾക്കാർ കിട്ടിയില്ല. അതാണ് അവിടുത്തെ പരിപാടിയാണ്. അത് ഇപ്പോൾ മന്ത്രിമാർ വന്ന് അവർ ഉദ്ഘാടനം ചെയ്തിട്ട് വരെ നമ്മൾ കണ്ടില്ല. ഒരു മന്ത്രിമാർ ഇവിടെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ സ്ഥലം വന്ന് നോക്കി ഒരു ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പറയുന്നു കേട്ടില്ല ആൾക്കാർ. ഞാൻ തൊട്ടടുത്ത നമ്മളെ വീട് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള വീട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ. തുരക്കത്തിൻ്റെ ഇന്ന് വരെ ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥന്മാർ നേതാക്കന്മാർ വരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലെ അവരോട് സംസാരിക്കുകയോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ തുരകത്തിൽ വരെ വന്ന് എത്ര ആൾ മരിച്ച്. അപ്പം എല്ലാവരും എത്തിക്കണം. ഇപ്പോൾ ഒരാളും എത്താത്തില്ല, എല്ലാവരും എത്തിക്കുന്നു. ദുരന്ത സമയത്ത് എല്ലാവരും എത്തുന്നു. എന്താ കാര്യം? എവിടെ വരുന്നു മേഡം? എവിടെ വരുന്നവര്? രാവിലൊക്കെ പൊരിഞ്ഞ മഴ. അങ്ങനെ ഈ മഴ കാരണം ഞാൻ റൂട്ടുമാ ഇറങ്ങിയപ്പോൾ മോനവിടെ കൊണ്ട് കൂട്ടുകാരെ കയറ്റാൻ പോയപ്പോൾ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ സംഭവം നടക്കുന്നത്. മയത്തല്ല. ഇപ്പോൾ മുണ്ടക്കായി പോയ ആളാണ്. എനിക്കറിയാം. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അവിടെ പോകാത്ത സ്ഥലങ്ങളില്ല. അവിടെയൊക്കെ കയറി നോക്കാറുണ്ടായാലും ഒരു മാരിക്കാർക്കൊന്നും അവിടെ കയറാൻ പറ്റില്ല. അത്രയും വലിയ അവിടെ നിന്നൊക്കെ ഇവിടെ വരണമെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി കാണേണ്ടതാണ് കാഴ്ചകൾ. ഇപ്പം നമ്മൾ ഈ പറയുന്ന മാതിരി അവിടെ പോയി കണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയുള്ളൂ. ശരി, ഇപ്പോൾ ഹംസ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഒരു പദ്ധതി വേണ്ട, ഈ അപകടമുണ്ടാക്കുന്ന പദ്ധതി വേണ്ട എന്നാണോ ഇപ്പോൾ ഹംസ പറയുന്നത്? അല്ല പദ്ധതി അല്ല മേഡം, പദ്ധതി വേണ്ടെന്നല്ല. നമുക്കൊരു വഴി വേണം. ഇത് നമുക്ക് ഇപ്പോൾ ഈ റോഡ് അപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുക. അവിടെ ബ്ലോക്കാൻ ഇത് വാങ്ങുമോ? സുഖമില്ലാത്ത ഒരാളെ ഇതിലെ കൊണ്ടുവരും. അത് നമുക്ക് അറിയണ്ടേ? ഇപ്പം മുണ്ടക്കായി ഉരുൾപൊട്ടി നമുക്ക് അറിയണേ. വണ്ടിയൊക്കെ ആൾക്കാർ അവിടെ ജനങ്ങൾ ഇവിടുന്ന് പോകണം. ജനങ്ങൾ എടുത്തു മാറ്റാൻ വണ്ടി അവിടെ ആളെ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഒരു വഴി വേറെ ഇല്ല. തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് ഒരു വഴിയില്ല. അപ്പം മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ചൂരമല വരെ പോയാൽ അവിടുന്ന് അങ്ങോട്ട് കടക്കാൻ വഴിയില്ല. തിരിച്ച് ഈ വഴിക്ക് വരണമെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും തുരങ്കം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കടക്കല്ല, അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവിടെ കിടന്ന് മരിക്കണം. അല്ല ഒന്നും നടക്കൂല. തീർച്ചയായും നിങ്ങളുടെ യഥാർത്ഥ പ്രതിസന്ധിയാണ് ഹംസ പറഞ്ഞത്. കണ്ണു തുറക്കണം. അതാണ് ഒരു വഴി വേണം. പക്ഷെ അത് ഈ വഴിയാണോ എന്നുള്ള ചോദ്യമാണ് ഹംസ ഉയർത്തുന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്തിലേക്ക് വീണ്ടും. ശ്രീ രാജഗോപാൽ കമ്മത്ത്, അങ്ങ് പറഞ്ഞു ഇതൊരു ട്രെയിലർ മാത്രമാണ്. ഇനിയും തുരങ്കപാത നിർമ്മാണവുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന്. പക്ഷേ ഇപ്പോൾ ഹംസയെ പോലുള്ള അവിടുത്തെ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അവിടെ മറ്റൊരു ഗതാഗത സംവിധാനമില്ല. ചുരം എല്ലാ കാലത്തും ആശ്രയിക്കുന്ന ഒരു സംവിധാനമല്ല. ഇപ്പോൾ പലപ്പോഴായി യാത്ര മുടങ്ങുന്ന സന്ദർഭങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് ഒരു ബദൽ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ തുരങ്കപാതയുമായി മുന്നോട്ട് പോയാലുള്ള പ്രശ്നവും അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്താണ് അങ്ങേക്ക് ഇതിൽ പറയാനുള്ളത്? ആളുകൾക്ക് മനുഷ്യത്വപരമായ ഒരു വികസന മുഖം വേണമല്ലോ. ആ രൂപത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനാകും? ഞാനും ചുരത്തില് മണിക്കൂറുകളോളം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയിട്ടുണ്ട് പല പ്രാവശ്യം.
അവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ടും എനിക്കറിയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വൈദ്യസഹായത്തിനായിട്ട് നമുക്ക് വയനാട് നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ എത്തണം. അതിനുവേണ്ടി ഈ രീതിയിലുള്ള ഒരു പാത വേണം എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ വയനാട് തുടങ്ങാൻ ഇതിൻ്റെ വളരെ ചെറിയൊരു ശതമാനം ഫണ്ട് മതിയാവും. പിന്നെ അത് മാത്രവുമല്ല, മറ്റ് പല രാജ്യങ്ങളിലും ചെയ്തിട്ടുള്ള പോലെ, ഇതുപോലെ ഹില്ലി ടെറൈൻസ് ഉള്ള രാജ്യങ്ങളിൽ ചെയ്തിട്ടുള്ള പോലെ അത്യാവശ്യത്തിന് നമുക്ക് കേബിൾ കാറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതായത് പരിസ്ഥിതിക്ക് യാതൊരു ഹാനിയും വരാതെ നമുക്ക് വൈത്തിരിയിൽ നിന്നും താഴേക്ക്, അതായത് നിരപ്പായ സ്ഥലത്തേക്ക് നമുക്ക് കേബിൾ കാറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഇപ്പോൾ രോഗികളെ അതിൽ കൊണ്ടുപോകാം. ഇപ്പോൾ ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ കേബിൾ കാറുകളെ ആശ്രയിക്കാം. പ്രായമായവരോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കേബിൾ കാർ, സ്ഥിരമായിട്ടൊരു കേബിൾ കാറിന്റെ ഒരു സിസ്റ്റം തന്നെ അവിടെ രൂപപ്പെടുത്തിയെടുക്കാം, ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലേക്ക് ഒക്കെ. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തുരങ്കപാത വരുന്നതോടുകൂടി വയനാടിന്റെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ വളരെയധികം വർദ്ധിക്കും. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് വയനാടുള്ളവരെയും ഒരു താല്പര്യം ഇതിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. കാരണം ടൂറിസം പൊട്ടൻഷ്യൽ വളരെയധികം വർദ്ധിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വൈദ്യസഹായത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല. തീർച്ചയായിട്ടും ഞാൻ വയനാടുള്ള ആളുകളോടൊപ്പം തന്നെയാണ്. ഏറ്റവും നല്ലത് അവിടെ ഒരു കേബിൾ കാർ സംവിധാനം തന്നെയാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മലയിൽ നിന്നും രാവിലെ ജോലിക്ക് പോകുന്നത് കേബിൾ കാറിലാണ് പോകുന്നത്. ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലുള്ള ഇത്തരത്തിലുള്ള ഇടത്തേക്ക് കേബിൾ കാറിലാണ് പോകുന്നത്. ഇവിടെ ഏറ്റവും ആശാസ്യമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബദൽ സംവിധാനങ്ങളാണ്. ഈ രീതിയിൽ ഈ കമ്പനിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം ആൾനാശവും സാമ്പത്തിക നാശവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തുരങ്കപാത നിർമ്മാണം നടക്കുമ്പോഴും അതിനുശേഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. കാരണം കാലാവസ്ഥ അതിതീവ്രമായി മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലവർഷകാലത്ത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ ധാരാളം ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പറയുകയാണ്, അടുത്ത 1.5 മാസം, അതായത് ഏകദേശം ഒരു 6 ആഴ്ചക്കാലം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം അത്രയും പൊട്ടൻഷ്യൽ നിലനിൽക്കുകയാണ്, മഴയ്ക്കുള്ള പൊട്ടൻഷ്യൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വയനാടുള്ളവർ മറ്റു മലമ്പ്രദേശങ്ങളിലും, അപ്പോൾ ഇടുക്കിയിലും നല്ല മഴക്കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മഴയ്ക്കുള്ള പൊട്ടൻഷ്യൽ നിലനിൽക്കുന്നുണ്ട്. ബിലോ നോർമൽ മൺസൂണാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും എങ്ങനെ പെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം പെട്ടെന്ന് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കേരളം വളരെ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്. എക്കോളജിക്കലി സെൻസിറ്റീവ്, ഏറ്റവും എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സോണിലാണ് ഈ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ ആലോചിക്കുക. അവിടുത്തെ വയനാടുള്ള ജനങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗൗരവമായിട്ട് തന്നെ എടുക്കുക. കാരണം ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഇതിനകത്ത് ഇടപെടൽ നടത്താൻ കഴിയുള്ളൂ. ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് സർക്കാരും ഉദ്യോഗസ്ഥരും കോടതിയും ഒക്കെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഏജൻസീസും. അവർ ഇതിന്റെ കൃത്യത പരിശോധിച്ചിട്ട് മാത്രമേ ഇത് തുടർ നടപടികൾ, ഈ തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ശരി. ഈ കേബിൾ കാറുകൾ എന്നുള്ള ഈ ഒരു ഉദ്ദേശം ഷംസാദ് മരക്കാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? രോഗികളെ കൊണ്ടുപോകാൻ താൽക്കാലികമായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ അവിടെ ഒരു യാത്രാ പ്രശ്നം എന്നുള്ളത് നിരന്തരമായ പ്രശ്നമാണല്ലോ. അതിൽ ഈ കേബിൾ കാറുകൾ ഇന്ന് എത്രത്തോളം നല്ല നിർദ്ദേശമായി തോന്നുന്നു? അല്ല, ആ നിർദ്ദേശത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഞാനത് മെഡിക്കൽ എമർജൻസി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് മാത്രമായി കാണരുത്. കാരണം റെയിൽ സൗകര്യം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ മറ്റ് ഫ്ലൈറ്റിന് വേണമെങ്കിൽ കോഴിക്കോട് പോകണം, മറ്റു പല കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് കോഴിക്കോടിനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നിരന്തര യാത്രയുടെ ഭാഗം തന്നെയാണ് ചുരത്തിലൂടെയുള്ള യാത്ര എന്നുള്ളത്. ഞാനത് മെൻഷൻ ചെയ്തുകൊണ്ട് അതിൽ മാത്രം നിൽക്കരുത്. കേബിൾ കാറിൻ്റെ ഓപ്ഷനെ കുറിച്ചും വയനാട്ടിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ചില ചേംബർ ഓഫ് കൊമേഴ്സ് പോലെയുള്ള സംഘടനകളുമായി ചേർന്ന് സർക്കാർ തലത്തിൽ ഇത്തരം ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു നല്ല യാത്രാ സൗകര്യം ഇല്ലാത്തൊരു ജില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തുരങ്കപാത തന്നെ എന്നുള്ളത് ഞങ്ങൾക്ക് തരുന്ന, സർക്കാർ തന്നൊരു വാഗ്ദാനമാണ്. നിങ്ങൾക്ക് തുരങ്കപാത തരുന്നു, അതിനെക്കുറിച്ച് സ്റ്റഡീഡാണ്, നല്ലതാണ്, ഇതുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാവില്ല, ഇത് എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ പാലിക്കും, നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കും, വളരെ വേഗത്തിൽ ഇത് പൂർത്തിയാകും. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് വയനാട്ടുകാർ ഇതിനെ എതിർക്കുന്നത്?
അപ്പോൾ അതിൽ എല്ലാവരെയും വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ഈ അപകടം വരുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ട്രെയിലർ ആണെങ്കിൽ അത് ഭയപ്പെടുത്തുന്നതാണ്. പക്ഷെ അതൊരു സാധാരണ വയനാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഇതിലേത് പക്ഷത്ത് നിൽക്കണമെന്നുള്ളതാണ്. ഈ തുരങ്കപാതയ്ക്ക് ഒപ്പം നിൽക്കണമോ അതിനെതിരെ നിൽക്കണമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് ഈ നാട്ടിൽ. ഇത് എന്നാൽ ഞങ്ങൾക്ക് ഈ യാത്രാ സൗകര്യം നന്നാവുകയും വേണമെന്നുള്ളതാണ്. സർക്കാർ തലത്തിൽ ഇതിനകത്ത് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതിൽ പഠനത്തിൽ ഒന്നുകൂടെ ഒരു പഠനം നടത്തേണ്ടി വരും. ഇതിൽ എന്തൊക്കെയാണ് ക്ലിയറൻസ് കിട്ടിയത്, എന്താണ് അതിൽ വന്ന മാറ്റങ്ങൾ എന്നുള്ളത് ഒന്നുകൂടെ പഠനം നടത്തി അതിൽ പറഞ്ഞ പഠനങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല ഷംസാദ്. ആ പഠനങ്ങൾ പൂർത്തിയാക്കിയാണ് വേണ്ടത്. നിർദ്ദേശിക്കപ്പെട്ട പഠനങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. അല്ല സ്മൃതി, ഒരു കാര്യം ഞാൻ ആ പഠനം പൂർത്തിയാക്കുകയും ഇപ്പം മാറിയൊരു കാലാവസ്ഥയും ഒരു ചൂരൽമല ദുരന്തം ഉണ്ടാവുകയും ചെയ്തത് കൊണ്ട് അതിലിനി ചേഞ്ചസും വരും, ഉറപ്പായും വരും. അപ്പൊ അതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പഠനം ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ശരി, വളരെ നന്ദി ഷംസാദ് മരക്കാർ, ഡോക്ടർ KG താര, ഡോക്ടർ A രാജഗോപാൽ കമ്മത്ത്, അപകടം നേരിൽ കണ്ട പ്രദേശവാസി TK ഹംസ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പൽരാജ്, ഭാര്യ കൂടമ്മാൾ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.